ഹായ് ഓൾ, വെൽക്കം ടു ആസ്ട്ര. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓവർഹെഡ് കോസ്റ്റ് അലൊക്കേഷനാണ്. എന്താണ് ഒരു ഓവർഹെഡ്? നമുക്കൊരു മൊബൈൽ ഫോണിൻ്റെ പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ടൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. സോ ഒരു മൊബൈൽ ഫോൺ നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി പോവാം. അപ്പോൾ നമുക്കറിയാം അതിൽ ഡയറക്റ്റ് മെറ്റീരിയൽസ് ആയിട്ട് ഡിസ്പ്ലേ ഉണ്ടാവും, കീപാഡ്സ് ഉണ്ടാവും, ബാറ്ററി, ഇങ്ങനത്തെ കുറേ ഡയറക്റ്റ് റോ മെറ്റീരിയൽസ് ഉണ്ടാവും. അങ്ങനെയുള്ള റോ മെറ്റീരിയൽസിന് നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഈ ഒരു റോ മെറ്റീരിയൽസിനെ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റാക്കി മാറ്റാൻ, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോണാക്കി മാറ്റണമെങ്കിൽ അവിടെ നല്ല ഒരു സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് വേണം, നല്ല സ്കിൽഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിൻ്റെ ആവശ്യം ഉണ്ടാവും. സോ അങ്ങനെ ഡയറക്റ്റ്ലി അതിൻ്റെ പ്രൊഡക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ നമുക്ക് ഡയറക്റ്റ് ലേബേഴ്സ് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇവിടെ മെറ്റീരിയൽസുമായി അവിടെ വർക്ക് ചെയ്യാനുള്ള ഡയറക്റ്റ് ലേബേഴ്സുമായി. ഇനി എന്താണ് ഒരു മൊബൈൽ ഫോണിന് ആവശ്യം? മൊബൈൽ ഫോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡയറക്റ്റ് ലേബേഴ്സിന് വർക്ക് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ് വേണ്ടേ? എന്താ പറയുക, ഇപ്പോൾ ഒരു ഫാക്ടറി വേണം. ഓക്കെ, മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി, വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ടെക്നോളജീസൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ഫാക്ടറി വേണം. ആ ഫാക്ടറിയിലേക്ക് എന്തൊക്കെ വേണം? ഇലക്ട്രിസിറ്റി വേണം അല്ലേ? ഫാക്ടറിയിൽ മെഷീനറീസൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇലക്ട്രിസിറ്റി വേണം. പിന്നെ ആ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന സ്വീപ്പേഴ്സ് ഉണ്ടാവും, ഫാക്ടറിക്ക് ചിലപ്പോൾ സെക്യൂരിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അത്തരം ആൾക്കാരുടെ സാലറി അല്ലെങ്കിൽ വേജ്, ഫാക്ടറിയിലേക്ക് വർക്ക് ചെയ്യുന്ന സ്വീപ്പേഴ്സ്, ദെൻ അവിടെ വർക്ക് ചെയ്യുന്ന സെക്യൂരിറ്റീസ്, ഇങ്ങനെയുള്ള ആൾക്കാരുടെ സാലറി, ഈ ഒരു ഫാക്ടറീൻ്റെ റെൻറ്റ്, ഇലക്ട്രിസിറ്റി എക്സ്പെൻസസ്, ഇങ്ങനെയുള്ള ട്രേസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ നമ്മൾ വേറൊരു ക്ലാസിഫിക്കേഷനിലേക്ക് മാറ്റുകയാണ്. അതിനെയാണ് മാനുഫാക്ചറിങ് ഓവർഹെഡ് എന്ന് പറയുക. ഓക്കെ, മാനുഫാക്ചറിങ് ഓവർഹെഡ്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മെറ്റീരിയൽസും ലേബേഴ്സും മാത്രം ഉണ്ടായാൽ പോരാ, അവർക്ക് വർക്ക് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി കൂടെ ഉണ്ടായാലേ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് നമുക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ അത്തരം മാനുഫാക്ചറിങ് പ്രോസസ്സിൽ, അതായത് ഇതിപ്പം ഫോൺ മാനുഫാക്ചറിങ് ചെയ്യാനാണ് നമുക്ക് ഈ ഒരു ഫാക്ടറി വേണ്ടത്, ഫോണിൻ്റെ മാനുഫാക്ചർ ചെയ്യാനാണ് നമുക്ക് ഇവിടേക്ക് കറണ്ട് വേണ്ടത്. ആ ഒരു ഫാക്ടറി വർക്ക് ചെയ്ത് എല്ലാവരും നല്ല രീതിയിൽ വർക്ക് ചെയ്ത് പോകണമെങ്കിൽ അവിടെ സെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. സോ ഇതിനാണ് നമ്മൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് എന്ന് പറയുക. ആൻഡ് ഈ ഒരു മാനുഫാക്ചറിങ് ഓവർഹെഡിൽ അപ്പോൾ എന്തൊക്കെ ഉണ്ട്? ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും. ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ സ്ക്രൂ ടൈറ്റ് ആക്കുമ്പം യൂസ് ചെയ്യുന്ന ലൂബ്സ്, അങ്ങനെ ഡയറക്റ്റ്ലി ട്രേസബിൾ ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയൽസ്, അങ്ങനത്തെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാവും. ഇൻഡയറക്റ്റ് ലേബേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഒരു ഫാക്ടറിക്ക് കാവലിൽ നിൽക്കുന്ന സെക്യൂരിറ്റീസും അവിടെ സ്വീപ്പറായിട്ട് നിൽക്കുന്ന ലേബേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഡയറക്റ്റ്ലി ഈ ഒരു മൊബൈൽ ഫോണുമായിട്ട് കണക്റ്റഡ് അല്ല, പക്ഷെ അവരുണ്ടായാലേ ഈ ഒരു പ്രോസസ്സ് മുന്നോട്ട് പോകുള്ളൂ. ഓക്കെ, സോ ഒരിക്കലും അവർ ഡയറക്റ്റായിട്ട് കണക്റ്റ് അല്ല. അപ്പോൾ അവരൊക്കെ ഇൻഡയറക്റ്റ് ലേബേഴ്സാണ്. അങ്ങനെ ഇൻഡയറക്റ്റ് ലേബേഴ്സ്, ദെൻ ജനറൽ മാനുഫാക്ചറിങ് ഓവർഹെഡ് എക്സ്പെൻസസ് ലൈക്ക് റെൻറ്റ്, ഇലക്ട്രിസിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഈ ഒരു മാനുഫാക്ചറിങ് ഓവർഹെഡിൽ ഉണ്ടാവുക. ഓക്കെ, ആൻഡ് നോൺ മാനുഫാക്ചറിങ് ഓവർഹെഡ് എന്ന് പറഞ്ഞതാ മാനുഫാക്ചറിങ് പ്രോസസ്സിലല്ലാതെ വരുന്ന ഓവർഹെഡ്സ്. ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് എക്സ്പെൻസ്, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്, ഇതിൻ്റെയൊക്കെ ഓഫീസും അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫും ആ സ്റ്റാഫിന് കൊടുക്കേണ്ട സാലറി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ മാർക്കറ്റിംഗ്, സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, ഇങ്ങനത്തെ പല നോൺ മാനുഫാക്ചറിങ്, അതായത് ഇതൊരിക്കലും ഫോണിൻ്റെ പ്രൊഡക്ഷനുമായിട്ട് ഇവർക്ക് ബന്ധമില്ലല്ലോ, അങ്ങനെ വരുന്ന നോൺ മാനുഫാക്ചറിങ് ആയിട്ടുള്ള ഓവർഹെഡ്സും ഉണ്ട്. ഇത്തരം ഓവർഹെഡ്സിന് നമ്മൾ പീരീഡ് കോസ്റ്റ് ആയിട്ടാണ് കണക്കൂട്ടുക. അതായത് അവർ ആ ഒരു കോസ്റ്റ് ഉണ്ടാകുമ്പോൾ തന്നെ അത് എക്സ്പെൻസ് ഔട്ടായി പോകും. നോൺ മാനുഫാക്ചറിങ് ഓവർഹെഡ്സ് ഒക്കെ ആ ഒരു എക്സ്പെൻസ് ഉണ്ടാകുമ്പോൾ തന്നെ എക്സ്പെൻസ് ഔട്ടായി പോകും. ബാക്കിയുള്ള ഈ ഒരു മാനുഫാക്ചറിങ് ഓവർഹെഡ്സ്, ഇതിനെയാണ് നമ്മൾ എന്താ ചെയ്യുക? ഇതിനെ ഒരു കോസ്റ്റ് ഡ്രൈവറിൻ്റെ സഹായത്തോടെ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഒരു കോസ്റ്റ് ബേസിൻ്റെ സഹായത്തോടെ നമ്മൾ പ്രൊഡക്റ്റിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും, ഡയറക്റ്റ് മെറ്റീരിയലിന് ആയിട്ടുള്ളൊരു 10 രൂപയാണ്, ഡയറക്റ്റ് ലേബറിനായിട്ടുള്ളതൊരു 8 രൂപയാണ്, ബാക്കി ഇത്രയും കോസ്റ്റുകളുണ്ട്. ഈ എല്ലാ കോസ്റ്റും കൂടിയും ഒരു കോസ്റ്റ് പൂളിലേക്ക് ഇട്ടിട്ട് ഒരു കോസ്റ്റ് ഡ്രൈവറിൻ്റെ സഹായത്തോടെ ആ പ്രൊഡക്റ്റിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അതെങ്ങനെയാണ് ചെയ്യുക, ഏതൊക്കെ മെത്തേഡിലാണ് ചെയ്യുക എന്നാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ, ട്രഡീഷണൽ മെത്തേഡ്. In traditional method, the overhead allocation involves grouping manufacturing overhead cost in a cost pool. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ ഇപ്പം ഇൻഡയറക്റ്റ് ലേബർ ഉണ്ടാവും, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, റെൻറ്റ്, അങ്ങനെ പല തരത്തിലുള്ള മാനുഫാക്ചറിങ് ഓവർഹെഡ് കാര്യങ്ങളുണ്ടാവും. ഇതിനെല്ലാം കൂടിയും ഒരൊറ്റ കോസ്റ്റ് പൂളിലേക്ക് ആക്കും. അതിനെല്ലാം കൂടി ടോട്ടൽ ചെയ്യും നമ്മൾ എമൗണ്ട്. എന്നിട്ട് ഒരു കോസ്റ്റ് ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ ആ കോസ്റ്റ് ഡ്രൈവർ കൂടുമ്പം കോസ്റ്റ് കൂടും, കോസ്റ്റ് ഡ്രൈവർ കുറയുമ്പം കോസ്റ്റ് കുറയും. അങ്ങനെ കോസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് നമ്മൾ കോസ്റ്റ് ഡ്രൈവേഴ്സ് എന്ന് പറയുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ലേബർ ഹവർ
മെഷീൻ ഹവർ, ഇതൊക്കെയാണ് കോസ്റ്റ് ഡ്രൈവേഴ്സ് ഉണ്ടാവുക. അപ്പം നമ്മൾ ഈ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന മാനുഫാക്ചറിങ് ഓവർ ഹെഡ്സിനെ ഫുള്ളായിട്ട് ടോട്ടൽ ചെയ്യും. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കോസ്റ്റ് ഡ്രൈവർ ക്വസ്റ്റ്യനിൽ പറയും, അല്ലെങ്കിൽ റെലവൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർ വർക്ക് ചെയ്യുന്ന, അതായത് ലേബേഴ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ കോസ്റ്റ് ഡ്രൈവറായിട്ട് പൊതുവേ യൂസ് ചെയ്യുന്നതായിരിക്കും ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് ആയിരിക്കും. പകരം ഭയങ്കര മെഷീനറി, അഡ്വാൻസ്ഡ് മെഷീനറീസ് ആണ്. മെഷീൻ എത്ര മണിക്കൂർ പണിയെടുക്കുന്നോ അതിനനുസരിച്ചാണ് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ അത്തരം കമ്പനീസിലൊക്കെ മെഷീൻ ഹവർ ആയിരിക്കും അലോക്കേഷൻ ബേസ് എന്ന് പറയാം. പൊതുവേ ക്വസ്റ്റ്യനിൽ തരാറുണ്ട് അലോക്കേഷൻ ബേസ് എന്താണ്, അല്ലെങ്കിൽ നമുക്ക് കണ്ടാൽ വരെ മനസ്സിലാവും. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ടോട്ടൽ കോസ്റ്റുമായിട്ട് ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ളത് ഏത് കോസ്റ്റ് ഡ്രൈവർ ആണെന്നുള്ളത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ ടോട്ടലായിട്ടുള്ള നമ്മളുടെ കോസ്റ്റുകളെ എടുത്തിട്ട് ടോട്ടൽ നോൺ മാനുഫാക്ചറിങ് ഓവർ ഹെഡോ കോസ്റ്റുകൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, കോസ്റ്റ് ഡ്രൈവേഴ്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പം ടോട്ടൽ ഒരു 10,000 മെഷീൻ ഹവേഴ്സാണ് ഇവിടെ യൂസ് ചെയ്തതെങ്കിൽ ഡിവൈഡഡ് ബൈ 10,000 നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ്. ഇങ്ങനെ നമ്മളൊരു PDR കണ്ടുപിടിക്കും, പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ്. അപ്പോൾ ടോട്ടൽ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ അലോക്കേഷൻ ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ് ആണ്. ഈ റേറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സിലേക്കൊക്കെ എത്ര ഹവേഴ്സാണോ എടുത്തത് അതിനനുസരിച്ച് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പം ഇങ്ങനെ പറയുമ്പം ആർക്കും മനസ്സിലായി എന്ന് വരില്ല. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ നോക്കുക, ABC മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഇൻഡയറക്റ്റ് ലേബർ വന്നിട്ടുണ്ട്, സൂപ്പർവൈസർ സാലറി 20,000, ഫാക്ടറീൻ്റെ റെൻറ്റ് വന്നിട്ടുണ്ട് 35,000, യൂട്ടിലിറ്റീസ് 15,000, depreciation on equipment 25,000, depreciation then indirect materials 5,000, മെയിൻ്റനൻസ് 10,000. ഇത്തരം ഇൻഡയറക്റ്റ് കോസ്റ്റുകളാണ് വന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ കോസ്റ്റിനെല്ലാം കൂടി ഒരു കോസ്റ്റ് പൂളിലേക്ക് ഇടും. അതായത് എല്ലാ കോസ്റ്റിനെയും കൂടി കൊണ്ടുവച്ച് നമ്മളൊരു പൂളിലേക്ക് ഇടും. അതാണ് കോസ്റ്റ് പൂൾ എന്ന് പറയുക. അങ്ങനെ ടോട്ടൽ കോസ്റ്റ് പൂളിൽ ഇപ്പോൾ എത്ര ഉണ്ട്, ഓവർ ഹെഡ് $110,000 ഉണ്ട്. ഓക്കെ, ഇതിനൊക്കെ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട്. അലോക്കേഷൻ ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് ആണ്. ഓക്കെ, ഡയറക്റ്റ് ലേബർ ഹവറിനനുസരിച്ചിട്ടാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇവിടെ 11,000 ഹവേഴ്സാണ് ഡയറക്റ്റ് ലേബേഴ്സ് ഹവർ ഉള്ളത്. സോ നമ്മൾ ടോട്ടൽ കോസ്റ്റിനെ 11,000 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ 11,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, =10 കിട്ടും. അതായത് $10 പെർ ഡയറക്റ്റ് ലേബർ ഹവർ. ഓക്കെ, ഡയറക്റ്റ് ലേബർ ഹവർ. സോ ടോട്ടൽ നമ്മൾ തന്നിരിക്കുന്ന ഇൻഡയറക്റ്റ് കോസ്റ്റിനൊക്കെ ആഡ് ചെയ്ത് നമുക്ക് ടോട്ടൽ കിട്ടി. ആ ടോട്ടലിനെ എത്രയാണോ ഏതാണോ അലോക്കേഷൻ ബേസ് നോക്കുക, അതാണ് കോസ്റ്റ് ഡ്രൈവർ. ഇവിടുത്തെ കോസ്റ്റ് ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് ആണ്. ടോട്ടൽ എത്ര ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് ആണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ 11,000 ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് ആണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. സോ 110,000 ഡിവൈഡഡ് ബൈ 11,000, അതായത് ഒരു ഡയറക്റ്റ് ലേബർ ഹവറിന് 10. ഇവിടെ 11,000 ഡയറക്റ്റ് ലേബർ ഹവേഴ്സിനാണ് നമ്മൾ $110,000 എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഒരു ഡയറക്റ്റ് ലേബർ ഹവറിന് 10. ഇനി താഴെ നോക്കാം, ഈ 500, അപ്പം ഒരു ബാച്ച് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ഒരു ബാച്ച് ഓഫ് പ്രൊഡക്ഷനിൽ 500 ഡയറക്റ്റ് ലേബർ ഹവേഴ്സാണ് യൂസ് ചെയ്യുന്നത് വിചാരിച്ചു. ഒരു ബാച്ചിൽ ഒരു ബാച്ച് ഈസ് ഈക്വൽ ടു 500 ഡയറക്റ്റ് ലേബർ ഹവേഴ്സ്. അപ്പോൾ ആ ബാച്ചിലേക്ക് എത്ര മാനുഫാക്ചറിങ് ഓവർഹെഡിൻ്റെ എത്രയായിരിക്കും നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക? നമുക്കറിയാം ഒരു ഡയറക്റ്റ് ലേബർ ഹവറിന് $10 ആണ്. അപ്പം 500 ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ = 500 × 10 = $5,000. ഒരു ഡയറക്റ്റ് ലേബർ ഹവറിന് 10 ആണ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഒരു ഡയറക്റ്റ് ലേബർ ഹവർ വർക്ക് ചെയ്യുമ്പം $10 അവിടേക്ക് മാനുഫാക്ചറിങ് ഓവർഹെഡിൻ്റെ കോസ്റ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ ഈ എക്സാമ്പിൾ പറഞ്ഞത് 500 ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് എ ബാച്ച്. ഒരു ബാച്ചിൽ 500 ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു ഡയറക്റ്റ് ലേബർ ഹവറിന് 10 ആണ്. സോ 10 × 500 = 5,000. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിലേക്ക്, ആ ഒരു ബാച്ചിലേക്ക് നമ്മൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് ആയിട്ട് എഴുതുക എത്രയായിരിക്കും, $5,000. ഓക്കെ, അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് കണ്ടുപിടിച്ചത്, ആദ്യം PDR കണ്ടുപിടിച്ചു അല്ലേ. അതാ ഇവിടെ PDR നമുക്ക് കിട്ടി 10 ആണ്. ഒരു ഡയറക്റ്റ് ലേബർ ഹവറിന് $10 ആണ് PDR ഉള്ളത്. അങ്ങനെ ആകുമ്പോൾ 500 ഡയറക്റ്റ് ലേബർ ഹവർ വരുമ്പോൾ 10 × 500 = $5,000. ഇനി പ്ലാന്റ് വൈഡ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓവർ ഹെഡ് അലോക്കേഷൻ. അപ്പോൾ നമുക്കറിയാം ഒരു കമ്പനിയിൽ പല ഡിപ്പാർട്ട്മെൻറ്റ്സും ഉണ്ടാവും. ഡിപ്പാർട്ട്മെൻറ്റ് A, ഡിപ്പാർട്ട്മെൻറ്റ് B,
ഡിപ്പാർട്ട്മെൻറ്റ് സി. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടെ വിചാരിക്കുക ഡിപ്പാർട്ട്മെൻറ്റ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അധികം ലേബർ ഓറിയൻറ്റഡ് ആണ്. സോ അവിടെ നമ്മൾ ഡയറക്റ്റ് ലേബർ ഹവറാണ് അലൊക്കേഷന് ചൂസ് ചെയ്യുന്നത് വെച്ചാൽ കോസ്റ്റ് ഡ്രൈവറായിട്ട് ചൂസ് ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് ബി ആണെങ്കിൽ വളരെയധികം മെഷീനറീസാണ് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടെ മെഷീൻ ഹവേഴ്സ് ആയിരിക്കും കോസ്റ്റ് ഡ്രൈവറായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. എക്സാമ്പിളായിട്ട് വിചാരിക്കുക. ഡിപ്പാർട്ട്മെൻറ്റ് സിയിലാണെങ്കിൽ നമ്മൾ അവിടെ ഭയങ്കരമായിട്ട് ഡയറക്റ്റ് ലേബർ ഓറിയൻറ്റഡ്. സോ ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് തന്നെ അവിടെയും കോസ്റ്റ് ഡ്രൈവറായിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. ഒരു പ്ലാൻ വൈഡ് കോസ്റ്റിങ്ങിലാണെങ്കിൽ ഓവർഹെഡ് കോസ്റ്റിങ്ങിലാണ് എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റും കൂടിയും ആഡ് ചെയ്യും. എന്നിട്ട് ഏതെങ്കിലും ഒരു കോസ്റ്റ് ഡ്രൈവർ വെച്ചിട്ടായിരിക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അതായത് ചിലപ്പം ഫോർ എക്സാമ്പിൾ മെയിൻലി അവർ യൂസ് ചെയ്യുന്നത് മെഷീൻ ഹവേഴ്സോ ലേബർ ഹവേഴ്സോ ആണ്. അതായത് ഡയറക്റ്റ് ലേബർ ഹവറിൻ്റെയോ അല്ലെങ്കിൽ മെഷീൻ ഹവറിൻ്റെയോ ബേസിൽ അവർ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. തൊട്ട് മുന്നേ പഠിച്ച ട്രഡീഷണൽ കോസ്റ്റിങ്ങിൻ്റെ അതേപോലെ തന്നെയാണ്. അതായത് തന്നിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ എല്ലാം കൂടിയും കോസ്റ്റിന് നമ്മളൊരു കോസ്റ്റ് പൂളിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് ഏതെങ്കിലും ഒരു കോസ്റ്റ് ഡ്രൈവർ വെച്ചിട്ട്, അതായത് ഡയറക്റ്റ് ലേബർ ഹവർ ആവാം, മാനുഫാക്ചറിങ് ഹവർ ആവാം, മെഷീൻ ഹവർ ആവാം, ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് എല്ലാത്തിലേക്കും കോസ്റ്റിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. പക്ഷെ നമുക്കറിയാം ഇവിടെ ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ലേബർ ഹവറാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ വിചാരിക്കുന്ന കോസ്റ്റ് ഡ്രൈവർ എങ്കിൽ, അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ബിയിൽ നോക്കുമ്പോൾ അവിടെ ഒരു മെഷീൻ ഓറിയൻറ്റഡ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അവിടെ ഏറ്റവും കൂടുതൽ മെഷീൻസാണ് വർക്ക് ചെയ്യുന്നത്. സോ ആ ഒരു മെഷീൻ ഓറിയൻറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡയറക്റ്റ് ലേബർ ഹവേഴ്സിനെ വെച്ചിട്ട് നമ്മൾ കോസ്റ്റ് അലോക്കേറ്റ് കൊടുക്കുമ്പോൾ അത് എത്രമാത്രം ശരിയാവും നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാലോ. അപ്പോൾ അത്തരം ഒരു കാര്യത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റൽ ഓവർ ഹെഡ് കോസ്റ്റിംഗ് വന്നത്. സോ പ്ലാൻ വൈഡ് കോസ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലായല്ലോ. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റും കൂടി ജോയിൻ ചെയ്തിട്ട് ഒരൊറ്റ കോസ്റ്റ് ഡ്രൈവർ വെച്ചിട്ട് നമ്മൾ അതിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റൽ ഓവർ ഹെഡ് കോസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ കോസ്റ്റ് പൂളായിട്ട് മാറ്റും. ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റ് എയിലെ കോസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഒരൊറ്റ കോസ്റ്റ് പൂളാണ്. ആ കോസ്റ്റ് പൂളിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്ന ഡ്രൈവർ എന്ന് പറയുന്നത് ഡയറക്റ്റ് ലേബർ ഹവർ ആയിരിക്കും. ഡിപ്പാർട്ട്മെൻറ്റ് ബിക്ക് നമ്മൾ വേറെ തന്നെ കാണും കോസ്റ്റ് പൂൾ. ആ കോസ്റ്റ് പൂളിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്ന ഡ്രൈവർ മെഷീൻ ഹവർ ആയിരിക്കും. ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് സിയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഡയറക്റ്റ് ലേബർ ഹവറിൻ്റെ കോസ്റ്റ് പൂളിലായിരിക്കും. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് ഏതാണോ ഏറ്റവും അനുയോജ്യമായ കോസ്റ്റ് ഡ്രൈവർ അത് വെച്ചിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിരിക്കും ആ ഒരു അലോക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓൾട്ടർനേറ്റീവ്ലി എ കമ്പനി ക്യാൻ ചൂസ് ടു ഹാവ് സെപ്പറേറ്റ് കോസ്റ്റ് പൂൾ ഫോർ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ദാറ്റ് ദ പ്രൊഡക്റ്റ് പാസ് ത്രൂ. അപ്പം ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് കൂടെയായിരിക്കും പാസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏതാണോ കോസ്റ്റ്, അതായത് ആ ഒരു പ്രൊഡക്റ്റുമായിട്ട് ഏറ്റവും കൂടുതൽ കോസ്റ്റ് ആൻഡ് എഫക്റ്റ് ഉള്ളത് ഏതൊരു കോസ്റ്റ് ഡ്രൈവർക്കാണോ ഏറ്റവും കൂടുതൽ കണക്ഷൻ ഉള്ളത് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ അതായിരിക്കും കോസ്റ്റ് ഡ്രൈവർ. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് എക്ക് ഡയറക്റ്റ് ലേബർ ഹവർ, ഡിപ്പാർട്ട്മെൻറ്റ് ബിക്ക് മാനുഫാക്ചറിങ് ഹവർ, ഡിപ്പാർട്ട്മെൻറ്റ് സിക്ക് ഡയറക്റ്റ് ലേബർ ഹവർ. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം, അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് മെഷീനിങ് ആണ്, അലോക്കേറ്റഡ് ഓൺ ദ ബേസ് ഓഫ് മെഷീൻ ഹവേഴ്സ്. ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ എംപ്ലോയീസിന് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അവിടെ അലോക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ഡയറക്റ്റ് ലേബർ ഹവേഴ്സ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ ഡാറ്റാസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽസിൻ്റെ ഡാറ്റ വന്നിട്ടുണ്ട്. നമുക്ക് ഒരു പ്രൊഡക്റ്റ് ആകുമ്പോൾ അതിൽ എന്തൊക്കെ കോസ്റ്റ് ഉണ്ടാവും? അതിൽ ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ടാവും, ഡയറക്റ്റ് ലേബർ ഉണ്ടാവും, മാനുഫാക്ചറിങ് ഓവർ ഹെഡ് ഉണ്ടാവും. സോ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ തന്നിട്ടുണ്ട്. എക്ക് $30,000 ബിക്ക് $20,000. ദെൻ ഡയറക്റ്റ് ലേബേഴ്സും തന്നിട്ടുണ്ട്. എക്ക് 40,000 ബിക്ക് 30,000. ഇനി ആ പ്രൊഡക്റ്റിലേക്ക് എത്രയാണോ നമുക്ക് മാനുഫാക്ചറിങ് ഓവർ ഹെഡ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അത് മാത്രമാണ് എനിക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ എസ്റ്റിമേറ്റഡ് മാനുഫാക്ചറിങ് ഓവർ ഹെഡ് തന്നിട്ടുണ്ട്. എത്രയായിരിക്കും എസ്റ്റിമേറ്റ് എന്നുള്ളത് തന്നിട്ടുണ്ട്. ആൻഡ് എസ്റ്റിമേറ്റഡ് മെഷീൻ ഹവേഴ്സ് തന്നിട്ടുണ്ട്, എസ്റ്റിമേറ്റഡ് ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രൊഡക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെത് കാണാം. ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റ് എ. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ ആദ്യം നമ്മൾ PDR കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ടോട്ടൽ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഓവർ ഹെഡ് എത്രയാണെന്ന് നോക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ ടോട്ടൽ എസ്റ്റിമേറ്റഡ് ഓവർ ഹെഡ് എന്ന് പറയുന്നത് 50,000 ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ കോസ്റ്റ് ഡ്രൈവർ എന്താണ്? മെഷീനിങ് അല്ലേ? ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത് അപ്പം മെഷീൻ ഹവേഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കാം, എസ്റ്റിമേറ്റഡ് മെഷീൻ ഹവേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ എത്രയാണ്? 1000 മെഷീൻ ഹവേഴ്സാണ്. സോ ഡിവൈഡഡ് ബൈ 1000. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് PDR എന്ന് പറയുന്നത് പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ് ആണ്. മുന്നേ ഡിറ്റർമൈൻ ചെയ്ത് വെക്കുന്ന റേറ്റ്, അതായത് പ്രൊഡക്ഷൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ നമ്മൾ പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ് കണ്ടുവെക്കും. ഓക്കെ, സോ 50,000 ഡിവൈഡ് ബൈ 1000 ഈസ് ഈക്വൽ ടു $50 പെർ മെഷീൻ ഹവർ. ഒരു മെഷീൻ ഹവറിന് നമുക്ക് ആവുന്നത് $50 നമ്മൾ പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ്
ബിൻ്റെത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ PDR എങ്ങനെയാണ് കാണുക നോക്കുക. ഡിപ്പാർട്ട്മെൻറ്റ് ബിയിൽ ടോട്ടലായിട്ട് എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ച ഓവർ ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $40,000 ആണ്. ഡിവൈഡഡ് ബൈ ഏതാണ് കോസ്റ്റ് ഡ്രൈവർ ഡിപ്പാർട്ട്മെൻറ്റ് ബിൻ്റെ. നമുക്കറിയാം ഇവിടെ ഒരു ലേബർ ഓറിയൻറ്റഡ് ആണ്. അത് ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട് ബേസ്ഡ് ഓൺ ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് എന്ന്. അപ്പോൾ ഡയറക്റ്റ് ലേബർ ഹവേഴ്സിന് നോക്കുക. എസ്റ്റിമേറ്റഡ് ഡയറക്റ്റ് ലേബർ ഹവേഴ്സിൽ ഡിപ്പാർട്ട്മെൻറ്റ് ബിയിൽ 2000 ഡയറക്റ്റ് ലേബർ ഹവേഴ്സാണ് എസ്റ്റിമേറ്റ് ചെയ്തത്. സോ ഡിവൈഡഡ് ബൈ 2000 ഇസ് ഈക്വൽ ടു $20 അല്ലേ. $20 പെർ ഡയറക്റ്റ് ലേബർ ഹവർ. ഒരു ഡയറക്റ്റ് ലേബർ ഹവറിന് $20 ആണ് ആവുന്നത്. ഇനി നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് എയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ രണ്ടെണ്ണത്തിൻ്റെയും PDR കണ്ടു. ഇനി ആക്ച്വലി എത്രയാണ് സംഭവിക്കുന്നത് നോക്കുക. ആക്ച്വൽ പ്രൊഡക്ഷൻ വന്നപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എക്ക് ആയ മെഷീൻ ഹവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1100 മെഷീൻ ഹവേഴ്സാണ്. അപ്പോൾ നമ്മൾ പ്രീ ഡിറ്റർമൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു മെഷീൻ ഹവറിന് 50 എന്ന് നമ്മൾ പ്രീ ഡിറ്റർമൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആക്ച്വലി വരുമ്പോൾ അലക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് എത്രയാണ്? ആക്ച്വലി നമുക്കായത് 1100 ഹവേഴ്സാണ്. ഒരു മെഷീൻ ഹവറിന് $50 ആണ്. സോ 1100 into 50 is equal to $55,000. $55,000 ആണ് നമ്മൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് ആയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എയിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഡിപ്പാർട്ട്മെൻറ്റ് ബിയിലെ നോക്കാം. ഇവിടെ ആക്ച്വൽ ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് ആയിട്ടുള്ളത് 1800 ആണ്. 1800 ഹവേഴ്സാണ് ശരിക്കും പണിയെടുത്തത്. ഒരു ഹവറിന് എത്രയായിരിക്കും നമ്മൾ പ്രീ ഡിറ്റർമൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, എത്രയാണ്? 20 ആണല്ലേ. $20. സോ 1800 into 20 is equal to $36,000. അപ്പം നമുക്ക് രണ്ടുപേരുടെയും എത്രയാണോ മാനുഫാക്ചറിങ് ഓവർ ഹെഡ് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തതെന്നുള്ളത് കിട്ടി. ഇനി നമുക്ക് ആ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ഒന്ന് കണ്ടാലോ. നമുക്കറിയാം പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ടാവും, ഡയറക്റ്റ് ലേബർ ഉണ്ടാവും, മാനുഫാക്ചറിങ് ഓവർ ഹെഡ് ഉണ്ടാവും. ഇവിടെ ഡയറക്റ്റ് മെറ്റീരിയലായിട്ട് എൻ്റെത് എത്രയാണ് തന്നത്? 30,000. സോ 30K പ്ലസ് ഡയറക്റ്റ് ലേബറായിട്ട് 40,000 ആണ് എക്കുള്ളത്. 40K പ്ലസ് ആൻഡ് നമ്മൾ മാനുഫാക്ചറിങ് ഓവർഹെഡായിട്ട് 55,000 കണ്ടുപിടിച്ചു. മാനുഫാക്ചറിങ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഉണ്ടാകുന്ന ഫാക്ടറിൻ്റെ റെൻറ്റ്, അവിടെയുള്ള ഇൻഡയറക്റ്റ് ലേബേഴ്സ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്, ഇതിൻ്റെ എല്ലാം കൂടിയും കോസ്റ്റ് ആയിട്ട്. ഓക്കെ, സോ ഡയറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് കിട്ടി, ഡയറക്റ്റ് ആയിട്ടുള്ള ലേബേഴ്സിൻ്റെ കോസ്റ്റ് കിട്ടി, ബാക്കി ഇൻഡയറക്റ്റ് മെറ്റീരിയലും ലേബറും എല്ലാം കൂടി ചേർത്തിട്ട് 55K ആണുള്ളത്. സോ 30,000 plus 40,000 plus 55,000 is equal to ടോട്ടൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $125,000 ആണ്. ഓക്കെ, ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ $125,000 ആണ്. ഇനി ഡിപ്പാർട്ട്മെൻറ്റ് ബിൻ്റെ നോക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് ബിൻ്റെ ഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20K ആണ്. പ്ലസ് ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30K ആണ്. ആൻഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് ആയിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് 36K ആണ്. ഇത് മൂന്നും കൂടി ആഡ് ചെയ്താൽ 20,000 പ്ലസ് 30,000 പ്ലസ് 36 ഈക്വൽ ടു $86,000. സോ ഒരു പ്രൊഡക്റ്റ് തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കും കൂടിയും കടന്നു പോകുന്നുണ്ടെങ്കിൽ, അതിൻ്റെ പ്രൊഡക്ഷൻ പല ഡിപ്പാർട്ട്മെൻറ്റ്സിലും കൂടിയും കടന്നു പോകുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റൽ ഓവർഹെഡ് അലോക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിലെങ്ങനെയാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ കോസ്റ്റ് പൂൾ ഉണ്ടാക്കുക, എന്നിട്ട് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്കൊരു കോസ്റ്റ് ഡ്രൈവറും സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ട്രഡീഷണൽ ആണെങ്കിൽ എന്താണ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഒരൊറ്റ കോസ്റ്റ് ഡ്രൈവറിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. പ്ലാൻ ബേസിലും അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കൂടി ആഡ് ചെയ്യുക, ദെൻ ഒരു കോസ്റ്റ് ഡ്രൈവർ യൂസ് ചെയ്തിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അതിലും ആക്യുറേറ്റ് ആയിരിക്കും. നമുക്കറിയാമല്ലോ മെഷീൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ മെഷീൻ ഹവേഴ്സ് കൊണ്ടും ലേബർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് കോസ്റ്റ്